നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുളികന് ഏറ്റവും പ്രിയപ്പെട്ട 6 നക്ഷത്രക്കാരെയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, നവഗ്രഹങ്ങൾക്ക് പുറമെ കേരളത്തിലുള്ള ജ്യോതിഷികൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ഗുളികൻ. ശനിയുടെ പുത്രനാണ് ഗുളികൻ. ഗുളികൻ എന്ന് കേട്ടാൽ നമ്മൾ ഭയക്കണം. കാരണം ശനിയുടെ അനേകം മടങ്ങ് സംഹാരശേഷിയുള്ള ഒരു ഉപഗ്രഹമാണ് ഗുളികൻ. മഹാദേവൻ യമദേവനെ വധിച്ച സന്ദർഭത്തിൽ ഭൂമിയിൽ മരണമില്ലാതെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞപ്പോൾ ആയുസ് തീർന്നിട്ടും മരിക്കാതെ ഭൂമിക്ക് തന്നെ ഭാരമായവരെ നിഗ്രഹിക്കുവാൻ വേണ്ടി പരമശിവന്റെ ഇടത് കാലിന്റെ പെരുവിരൽ പൊട്ടി അതിൽ നിന്നും ജന്മമെടുത്തവനാണ് ഗുളികൻ. ശരിക്കും മറ്റൊരു കാലൻ. ഈ ഗുളികന് ഏറ്റവും പ്രിയപ്പെട്ട 6 നക്ഷത്രക്കാരെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഭരണി, തിരുവാതിര, പുണർദം, ആയില്യം, ചോതി, അവിട്ടം എന്നീ നക്ഷത്രക്കാരാണിവർ. ഈ നക്ഷത്രക്കാരെ ആരെങ്കിലും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാൽ അവിടെ ഗുളികന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. ഇവരെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ ഇവരെ വേദനിപ്പിച്ചവരെ ഗുളികൻ ഒരിക്കലും വെറുതെ വിടില്ല. അവരെ പിന്തുടർന്ന് ചെന്ന് ഗുളികൻ അതിനുള്ള ശിക്ഷ വിധിച്ചിരിക്കും, അത് തീർച്ചയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഈ 6 നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ കളിക്കാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി. ഇത് അനുഭവമുള്ള കാര്യമാണ്. ഇവർ ആരെയും ഉപദ്രവിക്കുവാൻ പോകുന്നവരല്ല. തന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനാണ് ഇവർ ശ്രമിക്കാറ്. എന്നാൽ ഇവരുടെ ഈ നല്ല മനസ്സ് ആരും കാണാതെ പോകുന്നു. ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളിൽ കൂടിയും ബുദ്ധിമുട്ടുകളിൽ കൂടിയും കടന്നു പോകുന്നവരാണ്. എങ്കിലും ഇവർ ആരുടെ മുന്നിലും ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കാറില്ല. സ്വന്തം ആത്മാഭിമാനം ആരുടെ മുന്നിലും പണയം വയ്ക്കാറുമില്ല. ഗുളികന്റെ പ്രഭാവം ഇവരിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ക്ഷിപ്രകോപികളാണ്. സർവവും ദഹിപ്പിക്കുവാനുള്ള കോപം പലപ്പോഴും ഇവർക്ക് ഉണ്ടാകുന്നു. ഇവരുടെ ഈ കോപം പലപ്പോഴും പലരുടെയും ശത്രുത ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഈ 6 നക്ഷത്രക്കാരുടെയും മനസ്സ് ആരും വേദനിപ്പിക്കുവാൻ പോകരുത്. കാരണം ഇവർ മനസ്സ് നൊന്ത് ശപിച്ചു കഴിഞ്ഞാൽ എതിരാളിയുടെ കാര്യം അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇവരുടെ ശാപത്തിന് പിന്നാലെ പായുന്നത് സാക്ഷാൽ ഗുളികനാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനുള്ള ഒരു കഴിവ് ഇവരിൽ പലർക്കും ഉണ്ടായിരിക്കും. കൂടാതെ കഴിഞ്ഞുപോയ സംഭവത്തിന്റെ കാര്യകാരണങ്ങളെ ഊഹിച്ചു പറയുവാനുള്ള ഒരു ജന്മസിദ്ധമായ കഴിവും ഇവർക്കുണ്ടായിരിക്കും. ഇവരുടെ സംസാരത്തിലും ഇവരുടെ നോട്ടത്തിലും ഗുളികന്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഇവർ നാവെടുത്ത് പറയുന്നതെന്തും സത്യമായി ഭവിക്കുന്നു. അതുപോലെ ഇവർ മനസ്സ് നൊന്ത ഒരാളിനെ നോക്കിയാലും മതി, അതും ഒരു ശാപമായി എതിരാളിയുടെ മേൽ പതിക്കുന്നു. ഒരാൾ നന്നാവും എന്നിവരുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ ഒരാൾ നശിച്ചു പോകും എന്നിവർ നാവെടുത്ത് വളച്ചാൽ അതും അച്ചട്ടായി തീരുന്നു. അതിനാൽ ഈ 6 നക്ഷത്രക്കാരുമായും കഴിയുന്നതും ഒരു പ്രശ്നത്തിന് പോകാതിരിക്കുന്നതാണ് ഭംഗി. നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഈ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ആർക്കും ദോഷം വരുത്തുന്ന വാക്കുകൾ ഇവരുടെ നാവിൽ നിന്നും വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇവരോട് വഴക്കിടാൻ പോകുമ്പോൾ അപ്പോഴത്തെ ആവേശത്തിൽ ഇവർ എന്തെങ്കിലും വായിൽ വരുന്നത് വിളിച്ചു പറയും. പറയുന്നവരോ കേൾക്കുന്ന നമ്മളോ അതത്ര കാര്യമാക്കാറില്ല. എന്നാൽ അങ്ങനെ അബദ്ധത്തിൽ പോലും ഇവരുടെ നാവിൽ നിന്നും വീഴുന്ന വാക്കുകൾ പിഴയ്ക്കാറുണ്ട്. നമ്മൾ നാവിൽ ഗുളികൻ നിൽക്കുന്ന സമയം എന്ന് പറയാറില്ലേ, അത് തന്നെ. ഇവരുടെ നാവിലും കണ്ണുകളിലും ഗുളികന്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട്. ഒരു നല്ല കാര്യമോ അല്ലെങ്കിൽ മോശം കാര്യമോ തനിക്കോ തനിക്ക് വേണ്ടപ്പെട്ടവർക്കോ സംഭവിക്കുവാൻ പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പോ ഇവർക്ക് ഒരു സൂചന കിട്ടിയിരിക്കും. ഒരു പക്ഷേ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഇവർക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് വരും. എങ്കിലും ഇവരുടെ മനസ്സിൽ ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അകാരണമായ ഒരു ദുഃഖം, ഒരു അശുഭകാര്യം സംഭവിക്കുന്നതിന് മുമ്പുണ്ടാകും. അല്ലെങ്കിൽ ഇവരുടെ ശരീരം എന്തെങ്കിലും ദുസ്സൂചനകൾ കാണിക്കും. പലപ്പോഴും ഇവരത് അവഗണിച്ച് കളയാറാണ് പതിവ്. പക്ഷേ അധികം താമസിയാതെ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു അത്യാഹിതം സംഭവിക്കാം. ഇതുപോലെ നല്ല എന്തെങ്കിലും കാര്യം സംഭവിക്കുന്നതിന് മുമ്പും ഇവർക്ക് ചില സൂചനകൾ കിട്ടാറുണ്ട്. ഇത്തരം സൂചനകൾ ഇവർക്ക് നൽകുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഗുളികനാണ്. ഈ 6 നക്ഷത്രക്കാരും നല്ല കഠിനാധ്വാനികളാണ്. ഇവർ ഒരു കാര്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതുവരെ ഇവർ അഹോരാത്രം കഷ്ടപ്പെടുക തന്നെ ചെയ്യും. എന്തും ആരുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറയുന്നവരാണ്. ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം ഇവരുടെ ജീവിതത്തിൽ നിന്നും പലരും വിട്ടകന്നു പോയിട്ടുണ്ട്. ഇവരിൽ പലർക്കും ദാമ്പത്യപരമായ ഒരു ദുഃഖം അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളൊന്നും ഇവർക്ക് ആരുടെയും ദാനമായി കിട്ടുന്നതല്ല. എല്ലാം സ്വന്തം അധ്വാനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും ഇവർ നേടിയെടുത്തതാണ്. സ്വന്തം വ്യക്തിത്വം ഒരിടത്തും അടിയറ വയ്ക്കുന്നവരല്ല. ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള അനുഭവം വരുമ്പോൾ അതിൽ തുള്ളിച്ചാടുന്നവരല്ല. അതുപോലെ ഒരു ദുഃഖമുണ്ടായാലും അതിൽ അടിപതറി വീണു പോകുന്നവരുമല്ല. ആദ്യമൊക്കെ ഒരു തളർച്ച ഉണ്ടാകുമെങ്കിലും ആരുടെയും സഹായമില്ലാതെ ആ തകർച്ചയിൽ നിന്നും ഒറ്റയ്ക്ക് ഉയർത്തെണീറ്റ് വരുന്നവരാണ്. ഇവർ നല്ല ബുദ്ധിശക്തിയുള്ളവരും നല്ല നിരീക്ഷണ പാഠവും ഉള്ളവരുമാണ്. ഒരു കാര്യത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനുള്ള കഴിവും ജ്ഞാനവും ഉള്ളവരുമാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും എന്ത് ത്യാഗം സഹിക്കുവാനും ഇവർ തയ്യാറാകുന്നു.
ഇവർ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ യോഗ്യതകൾ നോക്കാറില്ല. അവരുടെ ജാതിയും മതവും കുലവും ഒന്നും നോക്കാറുമില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ഒരു ബോധമാണിവർക്ക്. പിന്നെ ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇവർക്ക് അമ്മയോടുള്ള സ്നേഹമാണ്. ഈ 6 നക്ഷത്രക്കാർക്കും അമ്മ എന്ന് വെച്ചാൽ ഒരു വികാരമാണ്. ഇവരുടെ മരണം വരെ അമ്മയെക്കുറിച്ചുള്ള സ്നേഹവും കരുതലും മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ്. അതുപോലെ ജന്മനാടിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. സ്വന്തം ജീവിത പങ്കാളിയോടും തനിക്ക് പിറന്ന സന്തതി പരമ്പരകളോടും ഒരു പ്രത്യേക സ്നേഹമാണ് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. കൃത്രിമമായ സ്നേഹപ്രകടനങ്ങളിലൊന്നും വിശ്വസിക്കുന്നവരല്ല. ഇവരുടെ സ്നേഹം സത്യസന്ധവും ശാശ്വതവുമായിരിക്കും. ചില സമയത്ത് ഇവർ സ്നേഹശൂന്യരെ പോലെ പെരുമാറുമെങ്കിലും ശരിക്കും അങ്ങനെയല്ല. പുറത്തു കാണുന്നതിൻ്റെ ഇരട്ടി സ്നേഹം ഉള്ളിൽ ഒളിപ്പിക്കുവാൻ കഴിവുള്ളവരാണ്. ദൈവവിശ്വാസമുള്ളവരാണെങ്കിലും തൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അധിഷ്ഠിതമായ വിശ്വാസങ്ങളെ ഇവർക്കുണ്ടായിരിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ അനാവശ്യമായ ദുരാചാരങ്ങൾക്കൊന്നും ഇവർ മുതിരാറില്ല. ഇവർ ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നതുവരെ പിന്നെ ഇവർക്ക് വിശ്രമമില്ല. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അതിനുവേണ്ടി ഇവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ധാരാളം തിരിച്ചടികളെ ഇവർക്ക് നേരിടേണ്ടതായി വരാറുണ്ട്. പലരുടെയും അവഗണനയും കുത്തുവാക്കുകളും കേൾക്കേണ്ടിയും വരും. അത് ഇവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കാറുമുണ്ട്. സ്വന്തം ദുഃഖങ്ങൾ ആരോടും പറഞ്ഞു നടക്കുന്നവരല്ല. ഇവരുടെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന പല ദുഃഖങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളോട് പോലും ഇവർ പറയാറില്ല. ഇവരുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ എല്ലാം ഇവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാറുമില്ല. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം അത്ര പെട്ടെന്ന് മറന്നു കളയുന്നവരല്ല ഇവർ. ഇവരെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും മറന്നു കളയുന്നവരുമല്ല. അവരെക്കുറിച്ചുള്ള ഒരു ചിന്ത ജീവിതകാലം മുഴുവനും ഇവരുടെ മനസ്സിന്റെ ഒരു കോണിൽ എന്നും ഉണ്ടായിരിക്കും. എന്നുവെച്ച് ആരോടും പ്രതികാരം ചെയ്യാനൊന്നും ഇവർ ഇറങ്ങിപ്പുറപ്പെടാറില്ല. ഇവരെ കഴിവില്ലാത്തവരെന്ന് മുദ്രകുത്തി ആരും തള്ളിക്കളയാൻ പാടില്ല. കാരണം ഇവർ ഓരോരുത്തരുടെയും ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസാധാരണമായ കഴിവ് ഒളിഞ്ഞുകിടപ്പുണ്ടായിരിക്കും. നമ്മൾ അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ഒരു പക്ഷേ ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ കൂടിയും ഒരു നാൾ ഇവരുടെ കഴിവുകൾ ലോകം അറിയുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. നല്ല മത്സരബുദ്ധിയുള്ളവരാണ്. പോരാട്ട വീര്യമുള്ളവരുമാണ്. ഒരു എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ അയാളിൽ നിന്നും ഒരു എനർജി ഇവരിലേക്ക് പകരുന്നതായി അനുഭവപ്പെടും. അങ്ങനെ ഇവർ എതിരാളിയേക്കാൾ ശക്തനായി തീരുകയും ചെയ്യും. നമ്മൾ ഗുളികന്റെ സ്വാധീനമുള്ള നക്ഷത്രക്കാരായ ഭരണി, തിരുവാതിര, പുണർദം, ആയില്യം, ചോതി, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 60% ശരിയായിട്ടുള്ളവർ ദയവായി ലൈക്ക് അടിക്കുക. വീഡിയോയുടെ ലിങ്ക് ഷെയറും ചെയ്യുക.